അസ്സാം വലൈക്കും വറഹമത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബി അജ്മഈൻ അമ്മാ ബഅദ്. ഈ ഇമാം നാസിറു സാദി റഹ്മഹുല്ല അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ അൽ ബഖറ സൂറത്തിലെ തുടക്കത്തിലുള്ള വചനം, അതായത് ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദല്ലിൽ മുത്തഖീൻ എന്ന ആയത്തിനെ വിശദീകരിക്കുന്ന സമയത്ത് പറയുന്ന ചില ആശയങ്ങൾ നമ്മളെല്ലാവരെയും നന്നായി ചിന്തിപ്പിക്കുകയും ആലോചിക്കുകയും വേണ്ട ഒരു വലിയ ആശയമാണ്. അതായത് അദ്ദേഹം ഹിദായത്തിനെ രണ്ട് വിധമായി പരിചയപ്പെടുത്തുന്നുണ്ട്. ഒന്ന് ഹിദായത്തുൽ ബയാൻ വൽ ഇർഷാദ് എന്ന് പറയും. അതായത് എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന ആളുകൾക്ക് വിശദീകരിച്ചു കൊടുക്കുക. ഹിദായത്ത് പറഞ്ഞാൽ വഴി കാട്ടുക എന്നാണല്ലോ. ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് വേർതിരിച്ച് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അത് ആണ് ഒരു ഹിദായത്ത് എന്നാൽ. അത് ലോകത്തുള്ള എല്ലാവർക്കും അള്ളാഹു നൽകിയിട്ടുള്ള ഒരു ഹിദായത്താണ്. എന്ന് പറഞ്ഞാൽ ഇസ്ലാമാകുന്ന ഈ സത്യം ഇവിടെ ആത്യന്തികമായൊരു ശരിയായിട്ട് ഇവിടെ നിലകൊള്ളുന്നുണ്ട്. എല്ലാവർക്കും ലഭ്യമായ രൂപത്തിൽ അതിവിടെ നിലകൊള്ളുന്നുണ്ട്. അതാണ് ഹിദായത്തുൽ ബയാൻ വൽ ഇർഷാദ് എന്ന് പറഞ്ഞാൽ. എന്നാൽ രണ്ടാമത്തെ കാര്യം എന്താണെയോ, ഹിദായത്തു തൗഫീഖാണ്. ഹിദായത്തു തൗഫീഖ് എന്ന് പറയും. ഹിദായത്തു തൗഫീഖ് വൽ ഇൽഹാം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഈ സന്മാർഗം, ഈ നിലവിൽ അള്ളാഹു പ്രവാചകന്മാരുടെ അവതരിപ്പിച്ചിട്ടുള്ള ഈ സന്മാർഗമുണ്ടല്ലോ, ഈ സന്മാർഗം സ്വീകരിക്കുവാനുള്ള ഒരു സൗഭാഗ്യം, അല്ലെങ്കിൽ അത് സ്വീകരിക്കണമെന്ന ഒരു ഉൾവിളി, ഒരു തോന്നൽ മനസ്സിൽ അതുണ്ടാവുക എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്. എത്രയോ ആളുകൾ ഇത് മതപരമായി ജീവിക്കുന്നു എന്നും തങ്ങൾ മതപണ്ഡിതന്മാരാണെന്ന് പോലും അവകാശപ്പെടുന്ന ആളുകൾക്ക് ദീനിൻ്റെ പ്രാഥമികമായ വിശ്വാസങ്ങളെപ്പോലും സ്വീകരിക്കുവാൻ ഭാഗ്യം ലഭിക്കാതെ പോയി എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയല്ലേ. മറ്റു പല സൗഭാഗ്യങ്ങളും ജീവിതത്തിൽ കിട്ടിയിട്ടും ഒരു സത്യമായി വഴി സ്വീകരിക്കുവാനുള്ളൊരു മനസ്സ് കിട്ടുന്നില്ല എന്നുള്ളത് എന്തുമാത്രം ദയനീയമായ ഒരവസ്ഥയാണ്. ആർക്കാണ് ഈ മനസ്സ് കിട്ടുക? അതാണ് നമ്മൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കങ്ങനെ സത്യമായ വഴിയിലൂടെ സഞ്ചരിക്കാനുള്ളൊരു തൗഫീഖ്, ഒരു ഇൽഹാം, ഒരു തോന്നൽ അള്ളാഹു നമുക്കുണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? അതാണ് ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദല്ലിൽ മുത്തഖീനാണ്. സൂക്ഷ്മത പാലിക്കുന്നവർക്കാണത് വഴികാട്ടുക. അപ്പോൾ വഴി കിട്ടാനുള്ള സൗഭാഗ്യം നമുക്ക് കിട്ടാനുള്ള കാരണം നമ്മുടെ സൂക്ഷ്മതയാണ്. സൂക്ഷ്മത പറഞ്ഞാൽ അള്ളാഹു വിരോധിച്ചു എന്ന് നമ്മുടെ അറിവിലുള്ള കാര്യങ്ങൾ, നമുക്കറിയാവുന്ന കാര്യങ്ങൾ, അതിന് നമ്മൾ വിട്ടു നിൽക്കണം. അള്ളാഹു നമ്മളോട് നിർദ്ദേശിച്ച കാര്യങ്ങൾ, അത് വാജിബാത്താകട്ടെ മുസ്തഹബത്താകട്ടെ സുന്നത്തായ കാര്യങ്ങളാകട്ടെ, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. അപ്പോൾ പരമാവധി നമ്മൾ നന്മയിലേക്ക് അടുക്കാനും നല്ലത് ചെയ്യാനും തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാനും ശ്രമിച്ചാൽ അള്ളാഹു നമുക്ക് എന്ത് ചെയ്യും? ആ ഹിദായത്തിലേക്ക് അള്ളാഹു നമ്മളെ എളുപ്പം എത്തിക്കും. അവിടെ പ്രത്യേകം ഒരു കാര്യം പറയുന്നുണ്ട്, എല്ലാ നന്മകളിൽ നിന്നും പുതിയ നന്മകൾ ജനിക്കുന്നതാണ്. നമ്മളിപ്പോൾ ഒരു നല്ലത് ചെയ്യാൻ തീരുമാനിച്ചാൽ, അതുകൊണ്ടാണ് ആ ഹിദായത്തു തൗഫീഖ്. നമ്മൾ തഖ്വയുള്ളവരാവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അള്ളാഹു കൂടുതൽ നമുക്ക് ആ തഖ്വാഹും, നമ്മുടെ ആ തഖ്വനെ അള്ളാഹു നമുക്ക്, സൂക്ഷ്മതാബോധത്തെ അള്ളാഹു നമുക്ക് വർദ്ധിപ്പിച്ച് തരും. തിന്മകൾക്കുണ്ട് അങ്ങനെ. ഒരു തിന്മ നമ്മൾ ചെയ്താൽ ഇന്ന് വേറെ തിന്മകൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് വെക്കും. വേറെ പല തിന്മകളിലേക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? പോകേണ്ടി വരും. അപ്പോൾ നല്ലതിലൂടെ നമ്മൾ ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അള്ളാഹു നമ്മളെ സന്മാർഗത്തിലൂടെ കൊണ്ടുപോകും. അള്ളാഹു നമ്മുടെ സന്മാർഗത്തെ വർദ്ധിപ്പിച്ച് തരും. അതുകൊണ്ട് അറിയുന്ന കാര്യങ്ങളുണ്ടല്ലോ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നന്മയായി മനസ്സിലാക്കിയ കാര്യങ്ങൾ, അത് നമ്മൾ പാലിക്കണം. അത് പാലിക്കുമ്പോൾ അതിൻ്റെ ഗുണം നമുക്ക് ലഭിക്കുന്നത് മാത്രമല്ല, നമ്മുടെ ഹിദായത്തിനെ അള്ളാഹു വർദ്ധിപ്പിച്ച് തരും. അത് കൂടുതൽ നമുക്ക് നന്നായി ചെയ്യാനുള്ള ഒരവസരവും അള്ളാഹു നമുക്ക് തരും. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ.